പൊന്നാനിയിലെ പ്രവാസിയുടെ വീട്ടിൽ നിന്നും 350ഓളം പവനും സ്വർണം കവർച്ച നടത്തിയ കേസിലെ രണ്ട് പ്രതികളുടെ തെളിവെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൈലും അബ്ദുൽ നാസറിനെയാണ് തെളിവെടുപ്പിനായിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളത്. മനോജ് എന്നുള്ള മൂന്നാമത്തെ പ്രതിനെ നിലവിൽ കൊണ്ടുവന്നിട്ടില്ല. ഇവരിവിടുന്ന് ഒരു 350 പവനാണ് 7 മാസം മുൻപ് കഴിഞ്ഞ ഏപ്രിൽ 13 ഈ വീട്ടിൽ നിന്ന് മോഷണം നടത്തിയത്. ഇവരെ പ്രതികളെ എന്നൊരു ഉച്ചക്കൊരു 12:30യോടെയാണ് ഈ ഒരു പൊന്നാനി ബിയത്തുള്ള ഐശ്വര്യ തിയേറ്ററിനടുത്തുള്ള രാജീവിൻ്റെ വീട്ടിലേക്ക് ഈ ഒന്നാം പ്രതിയായ രായ്മരക്കാർ വീട്ടിൽ സുഹൈൽ എന്ന 40-കാരനെയും അതേപോലെ തന്നെ മുക്രിയം കുറപ്പം വീട്ടിൽ അബ്ദുൽ നാസർ 46-കാരനെയും പോലീസ് കൊണ്ടുവന്നത്. ഒരുപാട് ആളുകൾ ഈ പ്രതികളെ കാണാൻ വേണ്ടി തെളിവെടുപ്പ് കാണാൻ വേണ്ടി വീട്ടിലെത്തിയിരുന്നു. ഇവരുടെ കയ്യിൽ നിന്നൊരു 137.5 പവൻ ഇവർ വിറ്റിട്ടുണ്ട്. ബാക്കിയാണ് പോലീസ് കണ്ടെടുത്തിട്ടുള്ളത്. ഈ പ്രതികൾ ഈ കവർച്ചാമുതൽ ഉപയോഗിച്ചിട്ട് 2 ഇലക്ട്രിക് സ്കൂട്ടറുകളും അതേപോലെ ഭൂമി വാങ്ങാനൊക്കെ പണം വിനിയോഗിച്ചു എന്നാണ് പോലീസിൻ്റെ വെളിപ്പെടുത്തൽ. ഇവരെങ്ങനെയാണ് ഈ വീട്ടിൽ കയറിയിട്ട് എങ്ങനെ മോഷണം നടത്തി എന്നുള്ള കാര്യങ്ങളാണ് കൃത്യമായിട്ട് പോലീസിന് സുഹൈൽ യാതൊരു മടിയും കൂടാതെ സുഹൈൽ പോലീസിന് കാണിച്ചു കൊടുത്തു. അത് ഇവരുടെ കൂടെ ഈ അബ്ദുൽ നാസർ എന്ന് പറഞ്ഞ ആൾ പൊന്നാനിയിൽ അങ്ങനെ മുൻപൊരു മോഷണ കേസിൽ പ്രതിയുള്ള ഒരാളൊന്നുമല്ല. പക്ഷേ ഈ സുഹൈലിൻ്റെ മോഷണ കേസ് അറിഞ്ഞിട്ടോ അറിയാതെയോ അതിൽ പങ്കെടുത്ത അല്ലെങ്കിൽ അതിനെ സഹായിച്ച ഒരാളാണ്. ആ രീതിയിലാണ് അബ്ദുൽ നാസർ പോലീസിൻ്റെ പിടിയിലാകുന്നത്. ഇവർ മുൻപ് ഒരുപാട് ഒരു 50ഓളം മോഷണ കേസിലെ പ്രതിയാണ് ഈ സുഹൈൽ. കൃത്യമായി മോഷണം നടത്തി എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. ആയതായാലും പോലീസിൻ്റെ വളരെ വലിയൊരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ 7 മാസങ്ങൾക്ക് ശേഷമാണെങ്കിലും കേരളത്തിൽ തന്നെ ഏറ്റവും പ്രമാദമായ 350 പവൻ സ്വർണം മോഷ്ടിക്കപ്പെട്ടൊരു പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ കീഴിലുള്ള സ്പെഷ്യൽ സ്ക്വാഡാണ് ഈ പ്രതികളെ കഴിഞ്ഞ ദിവസം പിടികൂടിയതും അവരെ പുറം ലോകത്തേക്ക് എത്തിച്ചതും.